ശബരിമലയിൽ നിന്ന് വിഗ്രഹങ്ങൾ കൂടി പഞ്ചലോഹ വിഗ്രഹങ്ങൾ കൂടി കടത്തി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. യെസ്, വ്യവസായിയാണ് മൊഴി നൽകിയിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായെന്നും വിഗ്രഹങ്ങൾ വാങ്ങിയത് ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശി എന്നുമാണ് വ്യവസായിയുടെ മൊഴി. രമേശ് ചെന്നിത്തല നേരത്തെ പരാമർശിച്ച വ്യവസായിയാണ് SITക്ക് മൊഴി നൽകിയത്. 2019-2020 കാലയളവിലായി 4 വിഗ്രഹങ്ങൾ ശബരിമലയിൽ നിന്ന് കടത്തി. 2020 ഒക്ടോബറിലാണ് പണം കൈമാറിയത്. ഇതിനായി മണി വിമാനമാർഗം തിരുവനന്തപുരത്ത് എത്തിയിട്ടുമുണ്ട്. പണം വാങ്ങിയത് ശബരിമലയുമായി ബന്ധമുള്ള ഉന്നതനെന്നും വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. യെസ്, വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകാനുള്ള. വിജിൻ, ഇന്ന് രാവിലെ കേരളം കേട്ട ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇത്. അതായത് ശബരിമല എന്ന് പറയുന്ന പരിപാവനമായി എല്ലാവരും കരുതുന്ന അവിടെയുള്ള വിഗ്രഹങ്ങൾ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു 2019-ലും 2020-ലും. ഇപ്പോൾ 2025 ആയിരിക്കുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം ആ വിവരം വെളിപ്പെടുകയാണ്. ആരാണ് ഈ വിഗ്രഹം കടത്തിക്കൊണ്ടുപോയത്, ആർക്കാണ് അദ്ദേഹം പണം നൽകിയത് എന്നതിനെ കുറിച്ചുള്ള എന്തൊക്കെ വിവരങ്ങളാണ്, എന്തൊക്കെ സൂചനകളാണ് നമുക്ക് ഈ മൊഴിയിൽ നിന്ന് ലഭിക്കുന്നത്? നൗഫൽ, അടിമുടി ദുരൂഹത നിറഞ്ഞ കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ SITക്ക് ലഭിച്ച മൊഴികളിൽ നിന്ന് വ്യക്തമാകുന്നത്. നേരത്തെ രമേശ് ചെന്നിത്തലയാണ് ഇത്തരത്തിൽ ഒരു വലിയ തരത്തിലുള്ള ഇടപാട്, രാജ്യാന്തര തരത്തിലുള്ള ഇടപാടുകൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ള ആരോപണം ഉന്നയിക്കുകയും അതിനുശേഷം SITക്ക് രമേശ് ചെന്നിത്തല മൊഴി നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയ വ്യവസായിയുടെ മൊഴി വിശദമായി തന്നെ രേഖപ്പെടുത്തിയത്. ഇതിലാണ് സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോയതും ഒപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയതിനും അപ്പുറം പഞ്ചലോക വിഗ്രഹം തന്നെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്, അത് മറിച്ചു വിറ്റിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായ മൊഴി ഇപ്പോൾ പുറത്തു വരുന്നത്. 4 ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ വിറ്റു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഈ വ്യവസായി നൽകിയിട്ടുള്ളത്. ആ വ്യവസായി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം ആണ് നിലവിലിപ്പോൾ നടത്തുന്നത്. അതായത് തിരുവനന്തപുരത്ത് ഒരു ഉന്നതനായ വ്യവസായി എത്തുകയും അദ്ദേഹം തിരുവനന്തപുരത്തെ എത്തി ശബരിമലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുമായി ഇടപാടുകൾ നടത്തി എന്നുള്ളതാണ്. 2019-20 കാലയളവിലാണ് വിഗ്രഹങ്ങൾ കടത്തിയത് എന്നുള്ള മൊഴിയും നൽകിയിട്ടുണ്ട്. ഡി മണി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന, ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഡി മണി എന്നല്ല, ഡി മണി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ആളാണ് വിമാനമാർഗം തിരുവനന്തപുരത്ത് എത്തുകയും ഒരു ശബരിമലയുമായി ബന്ധപ്പെടുന്ന ഒരു ഉന്നതനുമായി ചർച്ച നടത്തുകയും അവർക്ക് പണം കൈമാറുകയും ചെയ്തത് എന്നുള്ള വിവരങ്ങൾ എന്നുള്ള മൊഴിയാണ് നിലവിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയ വ്യവസായി നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സ്വർണ്ണപ്പാളി വേർതിരിച്ചതും ഒപ്പം തന്നെ ദ്വാരപാല ശില്പം സ്വർണം പൂശാനായി എത്തിച്ചതുമായി ബന്ധപ്പെട്ട ഈ തട്ടിപ്പ് മാത്രമല്ല, പഞ്ചലോഹം എന്ന് പറയുന്നത് അത് വില കൽപ്പിക്കാൻ കഴിയാത്ത അത്രയും മൂല്യം ഉള്ള വസ്തുക്കളാണ്. അങ്ങനെ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഇപ്പോൾ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. 2019-20-ലും കടത്തിക്കൊണ്ടുപോവുകയും അത് രാജ്യാന്തര തലത്തിലുള്ള ഇടപാടുകൾക്കായി വിറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ രാജ്യാന്തര തലത്തിൽ ലോഹങ്ങൾ ഇടപാട് നടത്തുന്ന സംഘങ്ങളുമായി ഈ കേസിൽ ബന്ധമുണ്ടോ എന്ന ഒരു സൂചന കൂടി നൽകുന്നതാണ് നിലവിലെ വ്യവസായിയുടെ മൊഴി എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ അന്വേഷണം, കൂടുതൽ വ്യാപിച്ച അന്വേഷണത്തിലേക്ക് കടക്കാനാണ് എന്തായാലും നിലവിൽ അന്വേഷണ സംഘം തീരുമാനിച്ചത്. അപ്പോൾ ഈ മൊഴിയും വിവരങ്ങളും ഒക്കെ നോക്കുമ്പോൾ വിജിൻ, രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ തന്നെ ശബരിമലയിലെ പല സ്വത്തുക്കളും അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് അത് വിറ്റിരിക്കുകയാണ്, വൻ കോടികൾക്ക് തന്നെ വിറ്റഴിച്ചിട്ടുണ്ട് എന്ന് വേണം വിലയിരുത്താൻ. ഈ പറയുന്ന വ്യവസായി, ആ പേര് വിവരങ്ങൾ നമുക്കറിയില്ല, അത് ഹൈലി കോൺഫിഡൻഷ്യൽ ആണ്, പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഈ വ്യവസായി പറഞ്ഞ ഈ നിർണായക മൊഴി അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിരിക്കുകയാണോ SIT? ഈ പറയുന്ന ഡി മണിയിലേക്ക് ആരാണ് ഈ ഉന്നതൻ എന്നതിലേക്കൊക്കെ എത്തുന്ന സൂചനകളും SITയുടെ പക്കലുണ്ടോ? നിലവിൽ മൊഴി നൽകിയത് മാത്രമാണ്, ആ വിവരങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൂടുതൽ വിവരങ്ങളൊക്കെ കണ്ടെത്തേണ്ട സാഹചര്യമാണ് ഇനിയുള്ളത്. കാരണം മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉള്ള അന്വേഷണത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ അവിടെ നിന്ന് കടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ഈ 4-ൽ കൂടുതൽ പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഒക്കെ ശബരിമലയിൽ സ്വാഭാവികമായും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏത് തരത്തിലാണ് പഞ്ചലോഹ വിഗ്രഹം അത് ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് എത്തിയത്, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉൾപ്പെടെയാണ് നടത്തേണ്ടത്. ഏതെങ്കിലും ഉന്നതർ ഉൾപ്പെടെയുള്ളവർ ഇത് കടത്താനായി സഹായം ചെയ്തു കൊടുത്തോ എന്നുള്ളതാണ് വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാകുന്നത്. തിരുവനന്തപുരത്ത് ശബരിമലയുമായി ബന്ധപ്പെടുന്ന ഒരു ഉന്നതൻ, ആ ഉന്നതന് പണവും ഒപ്പം തന്നെ ലോഹം തിരികെയുമൊക്കെ കൈമാറി എന്നുള്ള വിവരങ്ങൾ ആണ് നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആരാണ് ഈ ഉന്നതൻ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ അത് പുറത്തേക്ക് ശബരിമലയിൽ നിന്ന് എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത
വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിന് സ്വാഭാവികമായും അവിടുത്തെ ആചാരപരമായ കാര്യങ്ങളാണ്. പഞ്ചലോഹ വിഗ്രഹം എന്ന് പറയുന്നത് ആചാരപരമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ SITക്ക് ഇനി അന്വേഷിക്കേണ്ടത് ശബരിമലയിൽ തന്നെയാണ്. ശബരിമലയിൽ നിന്ന് ഈ 2019-20 കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പഞ്ചലോഹ വിഗ്രഹങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള അന്വേഷണമാണ് നടത്തേണ്ടത്. നേരത്തെ ജിൽസി സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയാൽ മാത്രമേ കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. കാരണം ഇങ്ങനെയൊരു മൊഴി മാത്രമാണ് വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അദ്ദേഹം നൽകിയ മൊഴി, അതുമായി ബന്ധപ്പെട്ടാണ് ഈ വ്യവസായിയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. അതിന് പുറമെ സ്വർണ്ണപ്പാളി കടത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം മറ്റൊരു ഭാഗത്താണ് നടക്കുന്നത്. ഇതൊരു പുതിയ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്ത് വന്നിട്ടേ ഉള്ളൂ. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടത്. നേരത്തെ പങ്കജ് ഭണ്ഡാരിയും ഒപ്പം തന്നെ ഗോവർദ്ധന്റെയും ഒക്കെ പേര് നേരത്തെ തന്നെ മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ അവർ SITക്ക് പൂർണ്ണമായ മൊഴി നൽകിയിരുന്നില്ല. അതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം തന്നെ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ഒക്കെയായി കുറേ കാലമായി, ഏകദേശം 15 വർഷത്തോളം കാലമായുള്ള ബിസിനസ് ഇടപാടുകളാണ് നടന്നത് എന്നുള്ള വ്യക്തതയൊക്കെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതിനു മുമ്പ് അങ്ങനെ ഇവർ തമ്മിൽ നേരത്തെ ബന്ധമുണ്ട് എന്നുള്ള നിലയിലുള്ള ഒരു മൊഴികൾ ഈ 3 പേരും നൽകിയിരുന്നില്ല. അതാണ് അന്വേഷണ സംഘത്തെ കുഴപ്പിച്ചത്. ഏതെങ്കിലും തരത്തിൽ ഈ സാക്ഷികളാക്കി ഇവരെ വെക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് ഒക്കെ ആ ഘട്ടത്തിൽ കടന്നിരുന്നു. പക്ഷേ ഇവരുടെ കൂടുതൽ ബന്ധങ്ങളിലേക്ക് പോയപ്പോഴാണ് ഇവർ തമ്മിൽ നേരത്തെ ബിസിനസ് ഇടപാടുകൾ ഉണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്.